ഹലോ ഗായ്സ്, ഈ ഫ്രെയിം കണ്ടോ? ഹാ, എന്താ എല്ലാവരുടെയും മുഖത്തെ ഒരു ചിരി. ഇതിന്റെ പിന്നിലെ പെടാപ്പാട്. കൊട്ടാരം പത്തായം നാടു ചുറ്റാൻ 4 മണിത്തേ. കുറച്ച് നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതായിരുന്നു ഇങ്ങനെ ഒരു ഫ്രെയിം. പക്ഷെ എല്ലാവരും പല സ്ഥലത്തായതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച പോലൊരു ഫ്രെയിം ഇതുവരെ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇത്ര പെട്ടെന്ന് അത് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അച്ചാച്ചനും ചേച്ചിയും ഇച്ചായനും എല്ലാം ഒരേ സമയത്ത് ലീവിന് വന്നതുകൊണ്ട് ആ ആഗ്രഹം അങ്ങ് പെട്ടെന്ന് നടന്നു. ഈ ഫ്രെയിം സെറ്റാക്കാൻ പെട്ടൊരു പാട്. നമുക്കിങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളു കേട്ടോ. ഈ ഫ്രെയിം നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന 2 പേർക്കാണേ. 4 പെൺമക്കളും അവരുടെ മരുമക്കളും പിന്നെ കൊച്ചുമക്കളും എല്ലാം കൂടി നിറഞ്ഞു നിൽക്കല്ലേ. അപ്പൊ ക്രെഡിറ്റ് ആർക്കാ? ഇവർക്ക്. ഞങ്ങൾ 4 പെൺമക്കളായതുകൊണ്ട് തന്നെ വീട് എപ്പോഴും കളർഫുൾ ആയിരിക്കും. മിനിറ്റിന് അടിയൊക്കെയാ, പക്ഷെ ഞങ്ങൾ ഭയങ്കര ലവാ. ആ ഒരേപോലെ ഇരിക്കുന്ന 2 പേരെ കണ്ടില്ലേ? അവരാണ് ഞങ്ങളുടെ ലേറ്റ് അഡ്മിഷൻസ്. കുറച്ച് താമസിച്ച് കിട്ടിയതാണേ. ഈ താഴത്ത് വെച്ച എറുമ്പരിക്കും തലയിൽ വെച്ച പേനിരിക്കും, ആ കാറ്റഗറിപ്പെട്ടവരാണ് അവർ. സത്യം പറഞ്ഞ മക്കളെ പോലെയാ. അവരത് നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. പക്ഷെ പാവങ്ങളാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 ചുള്ളന്മാരുടെ എൻട്രി. ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവരുടെ 2 പേരുടെ വീട്ടിലും പെങ്ങന്മാരൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ലോട്ടറി അടിച്ച പോലായിരുന്നു. 2 ആങ്ങളമാരെ കിട്ടിയില്ലേ. സോറി, എനിക്കൊരാങ്ങളയുള്ളേ. ഇതൊരു തുടക്കം മാത്രം, പിറകെ വരുമല്ലോ. ഇപ്പോഴത്തെ ഞങ്ങളുടെ എന്റർടൈൻമെന്റും ഞങ്ങളുടെ ലോഗോ എല്ലാം ആയിരിക്കുന്ന കുഞ്ഞുമണികളാണ്. അവരുടെ ബഹളാണ് ഞങ്ങളുടെ എന്റർടൈൻമെന്റ്. ഈ പെൺമക്കൾ മാത്രമുള്ള വീടേ മൊത്തത്തിൽ ഒരു ഇമോഷണൽ ടീമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടാൻ പോകുന്ന ചെക്കന്മാര് സൂപ്പർ ആവണമെന്നേ എല്ലാവരും ആഗ്രഹിക്കുള്ളൂ. പ്രത്യേകിച്ച് അപ്പനും അമ്മയും. അവരും സ്വന്തം മക്കളെ പോലെ തന്നെ ഫീൽ ചെയ്ത ഫുൾ സക്സസ്. ഇമോഷണൽ ആവുന്നുണ്ടോ എന്നൊരു സംശയം. എനിവേ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം.